നമസ്കാരം. കേരളത്തിലെ ബാങ്കിംഗ് ശാഖകളിലൊക്കെ തന്നെ ഇന്നും മണിക്കൂറുകളോളം ക്യൂ നിന്നുകൊണ്ട് തങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നേടിയ സമ്പാദ്യം ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലേക്ക് മാറ്റാൻ മത്സരിക്കുന്ന ജനക്കൂട്ടം ഒരു സ്ഥിരം കാഴ്ചയാണ്. അതിപ്പോൾ ഗൾഫിലെ പണമായാലും ചിട്ടി വിളിച്ച് കിട്ടിയ തുകയായാലും അതല്ലെങ്കിൽ വിരമിക്കുമ്പോഴൊക്കെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളായാലും ശരി, ഭൂരിഭാഗം മലയാളികൾ മറ്റ് ആധുനിക നിക്ഷേപ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തയ്യാറാകാതെ നേരെ ബാങ്കുകളിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. പതിറ്റാണ്ടുകളായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ബാങ്ക് എന്ന വ്യവസ്ഥിതിയോടുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസവും തങ്ങളുടെ പണം 100% സുരക്ഷിതമായിരിക്കുമെന്ന ധാരണയുമാണ് ഈ പ്രവണതയ്ക്ക് പിന്നിൽ. എല്ലാ മാസവും കൃത്യമായ തീയതിയിൽ പലിശ വരുമാനം അക്കൗണ്ടിലെത്തുമെന്ന ഉറപ്പും മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്ന പ്രത്യേക പലിശ ആനുകൂല്യങ്ങളുമൊക്കെ തന്നെ ഇതിൻ്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ അടിയന്തര ഘട്ടങ്ങളിൽ FD പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ തുക ഈടായിട്ട് നൽകി കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് വായ്പകൾ സ്വന്തമാക്കാനോ ഉള്ള സാങ്കേതിക സൗകര്യവും സാധാരണക്കാരെ ഇതിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ്. എന്നാൽ ബാങ്ക് FDകളിൽ നിന്ന് ലഭിക്കുന്ന സ്ഥിര വരുമാനം കൊണ്ട് മാത്രം സുരക്ഷിതമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്നത് ഈ 2026 ആധുനിക സാമ്പത്തിക ലോകത്ത് ഒരു തെറ്റായ ധാരണ മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 40 ലക്ഷം രൂപ 7% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് വർഷത്തിൽ 2,80,000 രൂപയും മാസത്തിൽ ഏകദേശം 23,000 രൂപയും പലിശയായിട്ട് ലഭിക്കുമ്പോൾ ആ തുക കൊണ്ട് ആഡംബരമില്ലാതെ ജീവിക്കാമെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നു. എന്നാൽ യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിച്ചാൽ 6-7% മാത്രം വാർഷിക റിട്ടേൺസ് തരുന്ന FDകളുടെ പിന്നാലെ മാത്രം പോകുന്നത് വലിയൊരു സാമ്പത്തിക കെണിയാണെന്ന് വ്യക്തമാകും. കാരണം ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം ഓരോ വർഷവും സാധാരണക്കാരൻ്റെ പണത്തിൻ്റെ യഥാർത്ഥ വാങ്ങൽ ശേഷിയെ, പർച്ചേസിംഗ് പവറിനെ നിശബ്ദമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ നിലവിലെ പണപ്പെരുപ്പ നിരക്ക് 6% ആണെങ്കിൽ ഇന്ന് 100 രൂപയ്ക്ക് വിപണിയിൽ നിന്ന് വാങ്ങുന്ന ആ സാധനത്തിന് അടുത്ത വർഷം 106 രൂപ നൽകേണ്ടി വരും. അതായത് ഈ പണപ്പെരുപ്പ നിരക്കിനേക്കാൾ ഉയർന്ന തോതിൽ നിങ്ങളുടെ പണം വളരുന്നില്ലെങ്കിൽ കാലക്രമേണ നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ യഥാർത്ഥ മൂല്യം കുറയുകയുള്ളൂ. ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലൊക്കെ മാത്രം പണം നിക്ഷേപിക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ വില്ലൻ എന്ന് പറയുന്നത് അതിൽ നിന്നുള്ള വരുമാനത്തിൽ നൽകേണ്ടി വരുന്ന കനത്ത നികുതിയും 2026 പുതിയ നികുതി നിയമങ്ങളുമാണ്. പല നിക്ഷേപകരും കരുതുന്നത് FD പലിശയ്ക്ക് നികുതി നൽകേണ്ടതില്ല എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പലിശ വരുമാനം പൂർണ്ണമായി നികുതിക്ക് വിധേയമാണ്. ഒരു സാമ്പത്തിക വർഷം നിങ്ങളുടെ FD പലിശ നിശ്ചിത പരിധി കഴിഞ്ഞാൽ ബാങ്കുകൾ നിയമപ്രകാരം 10% TDS കട്ട് ചെയ്യുമെന്ന് മാത്രമല്ല, ഈ പലിശ അത് നിങ്ങളുടെ മൊത്തം വാർഷിക വരുമാനത്തോടെ കൂട്ടിച്ചേർത്ത് നിങ്ങൾ ഏത് ടാക്സ് സ്ലാബിലാണോ വരുന്നത് ആ നിരക്കിൽ ആദായ നികുതി ഒടുക്കേണ്ടി വരും. 30% ഉയർന്ന ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ FDയിൽ നിന്ന് ലഭിക്കുന്ന 7% പലിശയിൽ നിന്ന് നികുതി കുറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അവശേഷിക്കുന്നത് വെറും 4.9% മാത്രമായിരിക്കും. ഈ ഒരു അറ്റാദായം അത് നിലവിലെ പണപ്പെരുപ്പ നിരക്കിനേക്കാൾ വളരെ താഴെയായതിനാൽ തന്നെ നിങ്ങളുടെ പണം യഥാർത്ഥത്തിൽ വളരുകയല്ല, മറിച്ച് സാമ്പത്തികമായിട്ട് ചോർന്നു പോവുകയാണ് ചെയ്യുന്നത്. ബാങ്കുകളിൽ ഇട്ടിരിക്കുന്ന പണം എപ്പോഴും പൂർണ്ണമായും സുരക്ഷിതമാണെന്ന പൊതുധാരണയിലും വലിയൊരു നിയമപരമായിട്ടുള്ള യാഥാർത്ഥ്യമുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ബാങ്ക് പൂർണ്ണമായിട്ട് തകരുകയോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയോ ചെയ്താൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ DICGC നിയമപ്രകാരം ഒരു നിക്ഷേപകന് തിരികെ ലഭിക്കുന്ന പരമാവധി ഇൻഷുറൻസ് തുക 5 ലക്ഷം രൂപ മാത്രമാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ കോടികൾ ഉണ്ടെങ്കിൽ പോലും നിയമപരമായിട്ടുള്ള സുരക്ഷ ഈ 5 ലക്ഷത്തിന് മാത്രമായിരിക്കും. ഇതിനൊപ്പം തന്നെ അടിയന്തര ആവശ്യങ്ങൾക്കായി കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് FD തുക പിൻവലിക്കുമ്പോൾ ബാങ്കുകൾ ഈടാക്കുന്ന പ്രീ മെച്വർ പെനാൽറ്റികൾ കൂടിയാകുമ്പോൾ നിക്ഷേപകന് ലഭിക്കുന്ന ലാഭം വീണ്ടും കുത്തനെ ഇടിയുന്നു. ആഗോള സാമ്പത്തിക മാറ്റങ്ങൾക്കനുസരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ നിരക്കുകളൊക്കെ തന്നെ കുറയ്ക്കുമ്പോൾ പുതുതായിട്ട് ഇത്തരത്തിൽ കാറ്റഗറൈസ് ചെയ്യുന്ന FDകളുടെ റിട്ടേൺസ് വർഷം തോറും കുറഞ്ഞു വരുന്ന പ്രതിഭാസവും, അതായത് ഫോളിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് നിക്ഷേപകർക്ക് തിരിച്ചടിയാകുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പരമ്പരാഗത നിക്ഷേപകരൊക്കെ തന്നെ തങ്ങളുടെ പണം ഒരൊറ്റ സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിക്കാതെ വിവിധ മേഖലകളിലേക്ക് ഇപ്പോൾ വൈവിധ്യവൽക്കരിക്കേണ്ടതിൻ്റെ, അതായത് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം പ്രകടമാകുന്നത്. വിപണിയിലെ പണപ്പെരുപ്പത്തെയും കനത്ത നികുതി ഭാരത്തെയും ഒരേ സമയം മറികടന്ന് ഉയർന്ന റിട്ടേൺസ് തരാൻ സാധിക്കുന്ന മികച്ചൊരു ബദൽ മാർഗ്ഗമാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ, ഡെറ്റ് ഫണ്ടുകൾ എന്ന് പറയും. നമ്മൾ ബാങ്കിൽ FD ഇടുമ്പോൾ ബാങ്ക് ആ പണം വാങ്ങി വലിയ കമ്പനികൾക്കോ ഗവൺമെൻറ്റിനോ ഒക്കെ ഉയർന്ന പലിശയ്ക്ക് കടമായിട്ട് കൊടുക്കുകയും അതിൽ നിന്ന് അവർക്കുണ്ടാകുന്ന ലാഭത്തിൻ്റെ ഒരു ചെറിയ പങ്ക് മാത്രം നമുക്ക് പലിശയായിട്ട് നൽകുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ വഴി നിക്ഷേപിക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ മുഖേന നമ്മൾ നേരിട്ട് ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ വൻകിട കോർപ്പറേറ്റുകളുടെയോ ബോണ്ടുകളിലും കടപ്പത്രങ്ങളിലുമാണ് പണം നിക്ഷേപിക്കുന്നത്. ഇത് ഇടനിലക്കാരില്ലാതെ ഉയർന്ന ലാഭം നേരിട്ട് നിക്ഷേപകന് ലഭ്യമാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഡെറ്റ് ഫണ്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവ നൽകുന്ന ഉയർന്ന സുരക്ഷിതത്വവും ശാസ്ത്രീയമായ നിക്ഷേപ രീതിയുമാണ്. ഇത്തരം ഫണ്ടുകൾ നിങ്ങളുടെ പണം റിസ്ക് ഇല്ലാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ ഗിൽറ്റ് ബോണ്ടുകളിലാണ് പ്രധാനമായിട്ട് നിക്ഷേപിക്കുന്നത്. കാരണം ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് ആ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് ഒരിക്കലും പണം തിരിച്ചു തരുന്നതിൽ വീഴ്ച വരുത്തില്ല എന്നത് തന്നെയാണ്.
അതോടൊപ്പം തന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ റിലയൻസ്, അതോടൊപ്പം തന്നെ HDFC ബാങ്ക്, TCS തുടങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമ്പത്തിക ഭദ്രതയുള്ള ഉയർന്ന ക്രെഡിറ്റ് റേറ്റിംഗ്, അതായത് AAA റേറ്റിംഗ് ഉള്ള കമ്പനികൾക്കാണ് ഈ ഫണ്ടുകൾ കടം കൊടുക്കുന്നത് എന്നതിനാൽ തന്നെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത തീരെ കുറവാണ്. കൂടാതെ ഡെറ്റ് ഫണ്ടുകൾ നിങ്ങളുടെ പണം ഒരൊറ്റ കമ്പനിയിലോ ബോണ്ടുകളിലോ മാത്രം നിക്ഷേപിക്കാതെ 100ഓളം വ്യത്യസ്ത സുരക്ഷിത ബോണ്ടുകളിലേക്ക് വീതിച്ചു നൽകുന്ന ഡൈവേഴ്സിഫിക്കേഷൻ രീതിയാണ് പിന്തുടരുന്നത്. ഒരൊറ്റ കൊട്ടയിൽ എല്ലാ കോഴിമുട്ടകളും നമ്മൾ സൂക്ഷിച്ചാൽ അത് നിലത്ത് വീഴുമ്പോൾ മുഴുവൻ മുട്ടകളും പൊട്ടിപ്പോകും. എന്നാൽ 10 കൊട്ടകളിലായിട്ട് അതിനെ വീതിച്ചു വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കൊട്ട വീണാലും ബാക്കി 90 മുട്ടകളും അവിടെ സുരക്ഷിതമായിരിക്കുന്നത് പോലെ ഈ രീതി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് അതീവ സുരക്ഷ ഉറപ്പാക്കുകയാണ്. അപ്പോൾ വ്യത്യസ്ത സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും സമയപരിധികൾക്കും അനുസരിച്ച് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്ന 5 പ്രധാനതരം ഡെറ്റ് ഫണ്ടുകൾ ഇന്ന് നമ്മുടെ വിപണിയിൽ ലഭ്യമാണ്. വളരെ കുറഞ്ഞ കാലയളവുള്ള സുരക്ഷിത കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കുന്ന ലിക്വിഡ് ഫണ്ടുകൾ. അപ്പോൾ നിങ്ങളുടെ എമർജൻസി ആവശ്യങ്ങൾക്കുള്ള പണം മാറ്റിവെക്കാൻ ഏറ്റവും അനുയോജ്യമായതും ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ ഉയർന്ന, അതായത് 6 മുതൽ 7% വരെ റിട്ടേൺസ് തരുന്നതുമാണ്. ഇതിനും അല്പം കൂടി കൂടുതൽ റിട്ടേൺസ് തരുന്ന അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകളുണ്ട്. 1 വർഷം വരെയുള്ള ഹ്രസ്വകാല ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് 1 മുതൽ 3 വർഷം വരെയുള്ള കടപ്പത്രങ്ങളിലേക്ക് നിക്ഷേപിക്കുന്ന ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകളൊക്കെ 7 മുതൽ 8.5% വരെയൊക്കെ റിട്ടേൺസ് തരുമ്പോൾ 3 മുതൽ 5 വർഷം വരെയുള്ള മീഡിയം ഡ്യൂറേഷൻ ഫണ്ടുകളൊക്കെ 8.5 മുതൽ 10% വരെ ഉയർന്ന റിട്ടേൺസ് നൽകാനായിട്ട് പ്രാപ്തിയുള്ളവയാണ്. ഉയർന്ന സാമ്പത്തിക സ്ഥിരതയുള്ള വൻകിട കമ്പനികളുടെയൊക്കെ തന്നെ ബോണ്ടുകളിൽ മാത്രം നിക്ഷേപിക്കുന്ന കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകൾ 7% മുതൽ 8% വരെ സുരക്ഷിത റിട്ടേൺസ് ഒക്കെ വാഗ്ദാനം ചെയ്യുമ്പോൾ തീരെ റിസ്ക് എടുക്കാനായിട്ട് ആഗ്രഹിക്കാത്തവർക്ക് പൂർണ്ണമായിട്ട് ഗവൺമെൻറ് സെക്യൂരിറ്റികളിൽ മാത്രം നിക്ഷേപം നടത്തുന്ന ഗിൽറ്റ് ഫണ്ടുകൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സുരക്ഷിത മാർഗ്ഗമാണ്. ബാങ്ക് FDയും ഡെറ്റ് ഫണ്ടുകളും തമ്മിൽ ആഴത്തിൽ താരതമ്യം ചെയ്താൽ നിക്ഷേപത്തിൻ്റെ വളർച്ചയ്ക്ക് എപ്പോഴും ഡെറ്റ് ഫണ്ടുകൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. FDക്ക് കൃത്യമായ ലോക്ക് ഇൻ പീരീഡ് ഉള്ളതുകൊണ്ട് മുൻകൂട്ടി ക്ലോസ് ചെയ്താൽ പെനാൽറ്റി നൽകേണ്ടി വരുമ്പോൾ ഡെറ്റ് ഫണ്ടുകളിലാകട്ടെ അത്തരം കടുത്ത നിബന്ധനകളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ നമ്മുടെ ആവശ്യാനുസരണം പെനാൽറ്റി കൂടാതെ പണം പിൻവലിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നികുതിയുടെ കാര്യത്തിലും FD പലിശയ്ക്ക് എല്ലാ വർഷവും നികുതി കണക്കാക്കുമ്പോൾ ഡെറ്റ് ഫണ്ടുകളിൽ നിങ്ങൾ പണം തിരികെ വിത്ഡ്രോ ചെയ്യുമ്പോൾ മാത്രമേ ടാക്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. ഇന്ന് നിരവധിയായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. അവിടെ KYC പൂർത്തിയാക്കി ആർക്കും തന്നെ വളരെ ലളിതമായിട്ട് ഈ ഫണ്ടുകളിലൊക്കെ തന്നെ നിക്ഷേപം ആരംഭിക്കാവുന്നതാണ്. ഇതിനായിട്ട് നിങ്ങൾ ലക്ഷങ്ങളോ കോടികളോ ഒന്നും വേണമെന്നില്ല. കയ്യിലുള്ള വലിയ തുക ഒരുമിച്ച്, അതായത് ലംസം നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ മാസ ശമ്പളക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് പ്രതിമാസം വെറും 100 രൂപ മുതൽ ആരംഭിക്കാവുന്ന SIPകൾ വഴിയൊക്കെ നിക്ഷേപിക്കുകയോ ചെയ്യാവുന്നതാണ്. നിക്ഷേപം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് നിശ്ചയിക്കുകയും കഴിഞ്ഞ 3 അല്ലെങ്കിൽ 5 വർഷത്തെ പ്രകടനം കൃത്യമായി വിലയിരുത്തി എപ്പോഴും ചാർജുകൾ കുറഞ്ഞ ഡയറക്റ്റ് പ്ലാനുകൾ മാത്രം തിരഞ്ഞെടുക്കുകയും ചെയ്യുക. ബാങ്ക് FD പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നല്ല, എന്നാൽ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഇൻഡെക്സ് ഫണ്ടുകളും ഡെറ്റ് ഫണ്ടുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മികച്ച പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഫോളോ ചെയ്യുക. Please subscribe our channel.